ഹായ് ഓൾ, ഞാൻ അനുദീപ്. ഇപ്പൊ ന്യൂസിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ബീഹാറിൽ നടക്കുന്ന SIR, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. ഇതിന്റെ ഭാഗമായി വോട്ട് ചോർച്ചയെ പറ്റിയുള്ള ചർച്ചകൾ വരുന്നു, സിറ്റിസൺഷിപ്പിനെ പറ്റിയുള്ള ചർച്ചകൾ വരുന്നു, ഇലക്ഷൻ കമ്മീഷനെ പറ്റിയുള്ള ചർച്ചകൾ വരുന്നു. ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ സിലബസിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. UPSC PSC എക്സാംസിന് അവിടെ നിന്ന് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനുമായും ഇത് ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് മസ്റ്റായും പഠിച്ചിരിക്കണം. ഈ ടോപ്പിക്കിനെ നമുക്ക് ഇന്ന് അരച്ച് കലക്കി ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ, പൊളിറ്റിക്കലായിട്ടല്ല, ഒരു പരീക്ഷയുടെ എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ ഒന്ന് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഞാൻ ഈ നോട്ട് അപ്ലോഡ് ചെയ്തേക്കാം. ഇത് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് അങ്ങ് പഠിക്കാം. ബിക്കോസ് ഇന്നും സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു അല്ലെ. അതായത് ഇലക്ഷൻ കമ്മീഷന് ഈ SIR നടത്താൻ വേണ്ടിയിട്ട് ആധാർ ഒരു ഐഡന്റിറ്റി കാർഡ് യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് ആണ് പഠിക്കേണ്ടതെന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ടെലിഗ്രാം ചാനലിൽ അംഗങ്ങളാവുക. നമ്മുടെ അഫോർഡബിൾ കോഴ്സസും ഇത്തരത്തിലുള്ള ഫ്രീ കണ്ടന്റും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഡെയിലി രാവിലെ അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് ഈ SIR? അത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ഇതൊരു വെരിഫിക്കേഷൻ പ്രോസസ് ആണ്. നമുക്കറിയാം, ഇപ്പൊ മരിച്ച ആൾക്കാർ വരെ പോയി ഇലക്ഷന് വോട്ട് ചെയ്യാറുണ്ട് അല്ലെ. കാര്യം എന്തുകൊണ്ടാ? കള്ള വോട്ടുകൾ നടത്തപ്പെടും. സോ ഈ SIR എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്റൻസീവ് റിവിഷനാ. എന്തിന്റെ റിവിഷനാ? എന്തിന്റെ പുനഃപരിശോധനയാ? ഇലക്ട്രൽ റോൾ. നമ്മൾ വോട്ടർ പട്ടിക എന്നൊക്കെ മലയാളത്തിൽ പറയുമല്ലോ. കാര്യം ബീഹാറിൽ വലിയ ഇഷ്യൂ ആ. കുറെ വോട്ട് ചോർച്ച നടക്കുന്നു, അല്ലെങ്കിൽ കള്ള വോട്ടുകൾ നടക്കുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വെരിഫിക്കേഷൻ പ്രോസസ്, ഇലക്ട്രൽ റോൾ ശുദ്ധീകരിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന ഒരു വെരിഫിക്കേഷൻ പ്രോസസ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. സോ ഇത് ആരാണ് നടത്തുന്നത്? ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അല്ലെ, BLO എന്ന് പറയും. ഇവർ ഓരോ വീടുകളും കയറി ഇറങ്ങി ഓരോ വീട്ടിലെ ആൾക്കാർ ID കാർഡ് പരിശോധിച്ച് അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കേണ്ടവരെ ചേർത്ത്, ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കും. മരിച്ചുപോയ ആൾക്കാരെ കൊണ്ട് അവരെ നമ്മൾ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കും. അങ്ങനെ വളരെ കറക്റ്റ് ചെയ്ത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രോസസ് ആണെന്നാണ് ഇത് പറയപ്പെടുന്നത്. അപ്പൊ ഇതിനൊക്കെ ആർക്കാണ് അധികാരം? ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെ ഒക്കെ പരമാധികാരി എന്ന് പറയുന്നത്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ എന്തിന്റെ ബേസിസിലാണ് ഇത് ചെയ്യുന്നത്? രണ്ട് ഡോക്യുമെന്റ്സ് നമ്മളിവിടെ പഠിക്കണം. ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പവറിനെ പറ്റിയൊക്കെ അറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 ആണ്. ഇത് UPSC സിലബസിൽ എടുത്തു പറയുന്ന ഒരേ ഒരു ആക്ട് ഇതാണ്. കേരള PSCയിലും ഇവിടുന്ന് ചോദ്യങ്ങൾ വരും, ഡിഗ്രി ലെവലിൽ ചോദ്യങ്ങൾ വരും. അപ്പൊ എന്തൊക്കെയാണ് ഈ ഡോക്യുമെന്റ്സ് നമ്മൾ പഠിക്കേണ്ടത് നോക്കാം. ഉദാഹരണത്തിന് നമുക്ക് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 നിന്ന് തുടങ്ങാം. ഈ ആക്ടിന്റെ ബേസിസിലാണ് നമ്മൾ ഇലക്ഷൻസ് പൊതുവെ നടത്തുന്നത്. ഒരാൾക്ക് ഇലക്ഷൻ നിൽക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെ, അയാളെ ഇലക്ഷന് പുറത്താക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെ, ഇലക്ഷൻ ഡിസ്പ്യൂട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950 അണ്ടറിലാണ്. ഈ ആക്ടിന്റെ അണ്ടറിൽ സെക്ഷൻ 21, വെരി ഇമ്പോർട്ടന്റ് സെക്ഷൻ, ഇലക്ഷൻ കമ്മീഷന് സ്പെഷ്യൽ പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇലക്ട്രൽ റോൾ, നമ്മൾ വോട്ടർ പട്ടിക എന്നൊക്കെ പറയും അല്ലെ, അത് തയ്യാറാക്കാനും കാലാകാലങ്ങൾ അത് റിവിഷൻ നടത്തണം. അത് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നത് എപ്പോൾ റിവിഷൻ നടത്തണം, എപ്പോഴാണ് ഇത് മാറ്റേണ്ടത്, എപ്പോഴാണ് പുനഃപരിശോധിക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷന് നിശ്ചയിക്കാം. ഈ ഒരു പവർ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 1950. ശ്രദ്ധിക്കുക, കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 51 സെക്ഷൻ 51 ഓഫ് RPA ആണ്. ഓക്കെ, അപ്പൊ RPAക്ക് ഈ അധികാരം ഇവിടെ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 324 ഏറ്റവും ഫേമസ് ആയിട്ട് എല്ലാവരും പഠിക്കുന്ന ആർട്ടിക്കിളാണ്. ഇലക്ഷൻ കമ്മീഷന് ഇലക്ട്രോളുകൾ പ്രിപ്പയർ ചെയ്യാനും ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന്റെ റീസൺ എന്താ? കാര്യം എല്ലാവർക്കും പ്രായപൂർത്തിയ വോട്ടവകാശമുണ്ട്. പ്രായപൂർത്തിയായ എല്ലാ ഭാരതീയ പൗരികൾക്കും എന്ത് വേണം? വോട്ട് ചെയ്യാനുള്ള അധികാരവും അവകാശം വേണം. ഇത് അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കാനാണ് വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുന്നത്. ഇത് ആർട്ടിക്കിൾ 326 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 3x2 6. ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. എത്ര പ്രാവശ്യം UPSCയിൽ വന്നിട്ടുള്ളതെന്ന് അറിയോ? PSCയിൽ വരാൻ പോകുന്നൊരു ചോദ്യമാണ്. കാര്യം വോട്ടവകാശം, പ്രായപൂർത്തിയ വോട്ടവകാശം, ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 326 പറയുന്നുണ്ട്, യൂണിവേഴ്സൽ അഡൽട്ട് സഫറേജ്. ഇത് സാക്ഷാത്കരിക്കാനാണ് ആർട്ടിക്കിൾ 324 ഉപയോഗിച്ച് നമ്മൾ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. ഇതിന് നിയമപരിരക്ഷ കിട്ടാനാണ് നമ്മൾ സെക്ഷൻ 21 ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് കൊണ്ടുവന്നത്. എല്ലാം കണക്റ്റഡാ. അപ്പൊ ചോദ്യം ഇതാണ്,
വോട്ടവകാശം എന്ന് പറയുന്നത് അതൊരു ഭരണഘടനാ അവകാശമാണോ അതോ മൗലിക അവകാശമാണോ? റൈറ്റ് ടു വോട്ട്, ഈസ് ഇറ്റ് എ ഫണ്ടമെന്റൽ റൈറ്റ് ഓർ ഇസ് ജസ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്? ഇവിടെയാണ് ട്രിക്ക് വരുന്നത്. വോട്ടവകാശം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണെങ്കിൽ പോലും അത് ഒരിക്കലും ഒരു മൗലിക അവകാശമല്ല. മൗലിക അവകാശം എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമ്മുടെ ചാപ്റ്റർ 3-ൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾ മാത്രമാണ് മൗലിക അവകാശം. പക്ഷേ വോട്ടവകാശം ഒരു മൗലിക അവകാശമല്ല, അത് ഒരു ഭരണഘടനാ അവകാശമാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ, അതൊരു ഭരണഘടനാപരമായ അവകാശമാണ്, മൗലിക അവകാശമല്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന്റെ അകത്താണ് ഫണ്ടമെന്റൽ റൈറ്റ് വരിക അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കുറെ റൈറ്റുകൾ പറയുന്നുണ്ട്, അതിനകത്താണ് ഫണ്ടമെന്റൽ റൈറ്റ് വരിക. ഫണ്ടമെന്റൽ റൈറ്റിന് പുറത്തുള്ള മറ്റൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ആർട്ടിക്കിൾ 326 റൈറ്റ് ടു പ്രോപ്പർട്ടി ഒക്കെ. ഓർത്തിരിക്കാം. അതുകൊണ്ട് എന്താ ഇതിന്റെ ലോജിക്? ഇപ്പം ഒരാളെ പിടിച്ച് ജയിലിനകത്ത് ഇടുന്നു, ജയിലിനകത്ത് ഇറങ്ങുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റൂ ആലോചിച്ചു. ഇപ്പം തപാൽ വോട്ടിന്റെ സിസ്റ്റത്തിനെ പറ്റി ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പറ്റില്ല, കാര്യം അയാള് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പൊ ഇത് മൗലികാവകാശമായിരുന്നുള്ള അവസ്ഥ എന്താ? എല്ലാ തടവുള്ളികളെയും ഇലക്ഷൻ ഡേയുടെ അന്ന് കൊണ്ടുപോയി നമ്മൾ വോട്ട് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഇത് മൗലികാവകാശം ഒരിക്കലും നമുക്ക് ഒരാളിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റത്തില്ല, അത് മൗലികമായ അവകാശമാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വോട്ടവകാശം മൗലിക അവകാശമായി കണക്കാക്കാത്തത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും സെക്ഷൻസും ആർട്ടിക്കിൾസും മനസ്സിലിരിക്കണം. ഇനിയാണ് ഇതിന്റെ എന്താ പറയാ മറ്റ് ഡയമെൻഷൻസിലേക്ക്, എക്സാം പെർസ്പെക്റ്റീവ് ഡയമെൻഷൻസിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെയും നമ്മൾ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ കുറച്ച് സെക്ഷൻസ് ഒന്ന് പഠിച്ചു വെച്ചോ. കാര്യം എക്സാമിന് ടോപ്പ് റാങ്ക് അടിക്കാനുള്ള മാർഗം അറിവ് നേടുക എന്നുള്ളതാണ്. മാക്സിമം അറിവ് നേടുക, പിന്നെ കറക്കി കുത്താനും പഠിക്കണം, ഇന്റലക്ച്വൽ കറക്കി കുത്ത്. അപ്പൊ അറിവ് നേടാൻ വേണ്ടിയിട്ട് 2-3 പോയിന്റ് എക്സ്ട്രാ പഠിച്ചത് മനസ്സിലിരിക്കും, കുഴപ്പമില്ല. ഉദാഹരണത്തിന്, ആരാണ് ഇലക്ട്രൽ റോളുകൾ, അതായത് വോട്ടർ പട്ടിക, വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്, അണ്ടർ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഇതിനകത്ത് വളരെ കോൺട്രവേഴ്സ്യൽ ആയ ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 16. ഇതിനകത്താണ് പറയുന്നത് നോൺ സിറ്റിസൺസ് ഇലക്ട്രൽ റോളിൽ ഉണ്ടാവരുത്. കാര്യം ഒരു അമേരിക്കക്കാരനോ പാകിസ്ഥാൻകാരനോ ബംഗ്ലാദേശിയോ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വോട്ടവകാശം കാണോ? ഇല്ല. പക്ഷേ 18 വയസ്സിൽ കൂടുതലുള്ള ഇന്ത്യക്കാരൻ ആ ലിസ്റ്റിനകത്ത് ഉണ്ടാവണം. അത് പറയുന്നത് സെക്ഷൻ 19-ലാണ്. ഈ സെക്ഷൻ 16 ഒന്ന് പേടിക്കണം. കാര്യം ഈ വോട്ടിംഗ് റിവിഷൻ നടത്തുമ്പോൾ പല ആൾക്കാർ, ഈവൻ ഇന്ത്യൻ സിറ്റിസൺസ് ആണെങ്കിൽ അവരുടെ സഫീഷ്യന്റ് ഡോക്യുമെന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ ഫോറിനർ ആയിട്ട് ഒരുപക്ഷെ കൺസിഡർ ചെയ്തേക്കാം, അല്ലെങ്കിൽ മൈഗ്രന്റ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കാം. അപ്പൊ അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകും. മൈനോറിറ്റീസിനെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്, ന്യൂനപക്ഷങ്ങളെ. അപ്പൊ അതാണ് ഇതിന്റെ അതിലേക്ക് നമുക്ക് വരാം, താഴേക്ക് വരാം. സർക്കാർ ലിങ്ക് ഇട്ട് തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ 2 സെക്ഷൻസ് ഓർക്കാം. ഇനി ന്യൂസ് പേപ്പേഴ്സിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന 2 പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ്, അത് UPSC-യിലായിക്കോട്ടെ PSC-യിലായിക്കോട്ടെ അധികം ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി ചോദിക്കാം, റാങ്ക് മേക്കിംഗ് ആയിട്ട് ചോദിക്കാവുന്ന ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾ 327-ഉം 328. സിമ്പിൾ ആണ്. 324 എന്താ ഇലക്ഷൻ റിലേറ്റഡ് ആണെന്ന് അറിയാം. അപ്പൊ അതിനടുത്ത് വരുന്ന ആർട്ടിക്കിൾസും ഇലക്ഷൻ റിലേറ്റഡ് ആയിരിക്കണമല്ലോ. അപ്പൊ 324 എന്താ, 27 എന്താ പറയാ, അതായത് പാർലമെന്റിന് ഈ സംസ്ഥാന നിയമസഭകളിലേക്ക് നടക്കുന്ന ഇലക്ഷൻ, ഇപ്പൊ ബീഹാറിൽ ഇലക്ഷൻ നടക്കുക, അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ആർട്ടിക്കിൾ 326, 28 പെർസ്പെക്റ്റീവിൽ. ആർട്ടിക്കിൾ 327-ലാണ് പറയുന്നത് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പാർലമെന്റ് അധികാരങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നതിനകത്താണ്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാന നിയമസഭകൾക്കും ആ സംസ്ഥാനത്ത് നടക്കുന്ന ഇലക്ഷൻസിനകത്ത്, നിയമസഭാ ഇലക്ഷൻസിനകത്ത് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാലോ, അത് ചർച്ച ചെയ്യപ്പെടുന്ന ആർട്ടിക്കിൾ 328-ലാണ്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിലാണ് ബീഹാർ ഗവൺമെന്റ് ഇത് നടത്തുന്നത്. മനസ്സിലായല്ലോ? 327 എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് പാർലമെന്റ് ടു മേക്ക് പ്രൊവിഷൻസ് വിച്ച് റെസ്പെക്ട് ടു ഇലക്ഷൻസ് ടു ലെജിസ്ലേച്ചർ. നിയമസഭകളിലേക്കുള്ള ഇലക്ഷൻസിൽ പാർലമെന്റ് നിയമനിർമ്മാണം നടത്താൻ പറ്റും. അതുപോലെ സംസ്ഥാനങ്ങൾ, ആ സ്റ്റേറ്റുകൾക്ക് നിയമനിർമ്മാണം നടത്താം. ആണ് 328-ൽ പറയുന്നത്. ഇത് വളരെ റെയർ ആയിട്ട് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ആർട്ടിക്കിൾസ് ആണ്. അതായത് PSC UPSC ഇത് അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേച്ചിൽപ്പുറമാണിത്. വിച്ച് മീൻസ് ഇവിടുന്ന് ഭാവിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അല്ലെ. ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡയമെൻഷൻസ്, ലീഗൽ ഡയമെൻഷൻസ് എല്ലാം. ഇനി ഇതിന്റെ പ്രശ്നം എന്താ, ഇതിന്റെ റിയൽ ഇഷ്യൂ എന്താണ്? നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മെയിൻസിനൊക്കെ ചോദ്യങ്ങൾ വരാം. അതായത് എക്സ്ക്ലൂഷൻ റിസ്ക് എന്ന് പറയും. ഈ വോട്ടർ പട്ടികയിൽ മുമ്പ് പേരുണ്ടായിരുന്ന ആൾക്കാർ ഈ റിവിഷൻ നടത്തുമ്പോൾ പേര് അവർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? ഇതിൽ പല ആൾക്കാരുടെ അതിന് പ്രോപ്പർ ID കാർഡ് ഇല്ല. ഇത് പരിഹരിക്കാനാണ് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞത് ആധാർ കാർഡ്, ഒരു ID കാർഡ്, 11 ID കാർഡ്സ് ലിസ്റ്റ്, അതായത് ആധാർ കാർഡ്സ് ഉപയോഗിക്കാം. പിന്നെ ഒരുവിധം എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്. നേരത്തെ ആധാർ കാർഡ് സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ അത്തരത്തിൽ പല ആൾക്കാർക്കും ഇതിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആവാം, പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഈ ഒരു
പ്രോസസ് അല്ലെങ്കിൽ SIR അല്ലെങ്കിൽ വോട്ടർ വെരിഫിക്കേഷൻ, വോട്ടേഴ്സ് ലിസ്റ്റ് റിവിഷൻ ഒക്കെ നടത്തുമ്പോൾ നമ്മൾ പ്ലേസ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് റെസിഡന്റിൽ രണ്ടും ഒന്നും കൺസിഡർ ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് ഓഫ് ബർത്തും പ്ലേസ് ഓഫ് റെസിഡൻസും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു, ഒരു മൈഗ്രന്റ് വർക്കർ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി, അയാൾ ഒരുപക്ഷെ ബീഹാറിൽ ജനിച്ച, ബീഹാറിൽ വോട്ടവകാശമുള്ള വ്യക്തിയായിരിക്കും. പക്ഷെ പുള്ളി വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് വേറെ എവിടെയെങ്കിലും ആണ് താമസിക്കുന്നതെങ്കിൽ പ്ലേസ് ഓഫ് റെസിഡൻസ് ഡിഫറെന്റ് ആണെങ്കിൽ അത് കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ആവും. അങ്ങനെ പല ആൾക്കാർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് പോകാൻ വരെ സാധ്യതയുണ്ട്. ഇത് പണ്ട് പ്ലേസ് ഓഫ് ബർത്ത് മാത്രമായിരുന്നു നോക്കുന്നത്, ഇപ്പോൾ പ്ലേസ് ഓഫ് റെസിഡൻസ് നോക്കുന്നുണ്ട്. ഇതൊക്കെ സിറ്റിസൺഷിപ്പിന്റെ ഇഷ്യൂയിലേക്ക് കാണുമോ? ഒരാൾ സിറ്റിസൺഷിപ്പിന്റെ കാര്യം ഇതിനകത്ത് സിറ്റിസൺഷിപ്പ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ അവർ ചെക്ക് ചെയ്യും. അതിനാവശ്യം ഇല്ല ആക്ച്വലി വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫൈ ചെയ്യുന്നതിനകത്ത്. അപ്പൊ ഒരു മറ പിടിച്ച് സിറ്റിസൺഷിപ്പ് വെരിഫൈ ചെയ്യുന്ന പരിപാടിയാണോ എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ സുപ്രീം കോടതി ഇതിനെ സ്റ്റേ ചെയ്തിട്ടില്ല. സുപ്രീം കോടതി ഈ ഒരു പ്രോസസ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആധാർ കാർഡുകൾ ഉപയോഗിച്ചാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്ത് നമുക്ക് പ്രധാനമായും ഡിസ്കസ് ചെയ്യാനുള്ള ഇഷ്യൂസ്. അപ്പോൾ ഈ രീതിയിൽ ആഴത്തിൽ തന്നെ നിങ്ങൾ പഠിക്കുക. PSC UPSC എക്സാംസിന്റെ പൾസ് അറിഞ്ഞ് പ്രിപ്പയർ ചെയ്യുക. PSC ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ, 10th +2 ലെവലിന് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് ഇപ്പൊ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രത്യേക ഓണം ഓഫറും ഉണ്ട്. ലോങ് ടൈം ബാച്ച് എടുക്കുന്നവർക്ക് 10th +2 അല്ലെങ്കിൽ LTC പരീക്ഷകൾക്കുള്ള ജനറൽ PSC ബാച്ച് സൗജന്യമായി ലഭിക്കുന്നുണ്ട് അതിന്റെ കൂടെ. അപ്പോൾ ആഴത്തിൽ പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം. കാര്യം ഇത്തരത്തിലുള്ള റയർ കണ്ടന്റുകളാണ് നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആവുക. കാര്യം മറ്റുള്ളവർക്ക് കിട്ടാത്ത പോയിന്റുകൾ നമുക്ക് കിട്ടണം, മറ്റുള്ളവർ പഠിക്കാത്ത പോർഷൻസ് നമ്മൾ പഠിക്കണം. അപ്പോൾ ആഴത്തിൽ തന്നെ പഠിച്ച് മുന്നേറുക. ഓൾ ദി ബെസ്റ്റ്.